ഹലോ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ പരീക്ഷയിൽ 2026 ഫെബ്രുവരി 25 നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 12/2026 ആണ്. അപ്പം അതിലെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം കാണാം. ഒരാൾ തൻ്റെ സമ്പാദ്യത്തിൻ്റെ 50% മകനും 32% മകൾക്കും നൽകി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ 54,000 രൂപ ബാക്കിയുണ്ടെങ്കിൽ മകന് കൊടുത്ത സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ ഈ 54,000 രൂപ എത്ര ശതമാനമാണ് നമ്മൾ ആദ്യം കണ്ടെത്തണം. അപ്പം അത് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് ഒരാൾ തൻ്റെ സമ്പാദ്യത്തിൻ്റെ 50% മകനും 32% മകൾക്കും നൽകിയെന്നല്ലേ. അതായത് നമ്മൾ നോക്കുമ്പോൾ 50% ആർക്ക് നൽകി? മകനും നൽകി, പ്ലസ് 32% എന്ത് ചെയ്ത്? മകൾക്കും നൽകി. അങ്ങനെ ടോട്ടൽ അയാളുടെ 82%, അതാണ് നമ്മൾ നോക്കേണ്ടത്. അയാൾ ടോട്ടൽ 82% അയാൾ 2 മക്കൾക്കായി നൽകി. ബാക്കി അയാളുടെ കയ്യിലുണ്ടാവുക നമുക്കറിയാലോ 18%. ഇവിടുന്ന് 18 വന്ന് ടോട്ടൽ 100% ആണെങ്കിൽ അതിൽ 82% അയാൾ മക്കൾക്ക് നൽകിയെങ്കിൽ ബാക്കി അയാളുടെ കയ്യിലുണ്ടാവുക എത്ര? 18%. അപ്പം അതാണ് അയാളുടെ കയ്യിലുള്ള ആ 18% അവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 54,000 രൂപയാണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ടെത്തേണ്ടത് മകന് കൊടുത്ത സംഖ്യ ഏത്. ഇപ്പൊ നമുക്ക് 18% തന്നു. ഇനി മകന് കൊടുത്ത് കാണാന്ന് ചോദിച്ചാൽ നമ്മൾ മകന് എത്ര ശതമാനം കൊടുത്തു എന്ന് കാണാം. മകന് നമ്മൾ കൊടുത്തിരിക്കുന്നത് 50% അയാളുടെ കൊടുത്തിരിക്കുന്നത്, അല്ലെ? അയാളുടെ സമ്പാദ്യത്തിന്റെ 50% ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? മകനാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് 18% കിട്ടി. നമുക്ക് ഇതിന് 50% കണ്ടെത്താം. ഇവിടെ നമ്മൾ ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തഡാണ് ഉപയോഗിക്കുക. അപ്പൊ നമ്മൾ ഇവിടെ നോക്കാം. നമുക്ക് ഇവിടെ ഉള്ള സംഖ്യയാണ് കാണേണ്ടത്, 50% തുല്യമായത് കണ്ടത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നു എന്ന് കരുതുക. ഇങ്ങനെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 സംഖ്യകൾ വരുന്നത്, അത് ഒരു വരയിൽ 2 സംഖ്യകൾ വരുന്ന ഏതാ? ഒന്ന് 50%, മറ്റൊന്ന് 54,000 രൂപ ക്രോസ് ചെയ്തിട്ട്. മറ്റേൽ വെറും 18% എന്നൊരു സംഖ്യ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 2 സംഖ്യ വരുന്നത് നമ്മൾ ഗുണിക്കും വേണം. ഒറ്റയ്ക്ക് നിൽക്കുന്ന സംഖ്യ ഏതാണോ അതുകൊണ്ട് ഹരിക്കും ചെയ്താൽ നമുക്കിവിടെ ബ്ലാങ്ക് സ്പേസിൽ വരുന്ന കണ്ടെത്തേണ്ട സംഖ്യ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കുക, ഇവിടെ എത്ര വരുന്നത്? 50ഉം പിന്നെ 54,000 തമ്മിൽ ഗുണിക്കണം. അതിനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഈ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കാം, 54ഉം 18ഉം തമ്മിൽ നമുക്ക് നേരിട്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ. കാരണം 54 ഹരിക്കണം 18 എന്ന് പറഞ്ഞാൽ 3ആണ്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് 50ഉം × 3000 എന്നുള്ളതാണ്. അപ്പോൾ 5 × 3 നമുക്കറിയാമല്ലോ 15ആണ്. ബാക്കി ടോട്ടൽ 4 0 കൂടി ബാലൻസ് വന്നു. അപ്പോൾ നമുക്ക് 1,50,000 രൂപയാണ് കിട്ടിയത്. ഇതാണ് എന്ത്? മകന് കൊടുത്ത സംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ്? ഈ ഡി എന്ന ഓപ്ഷനാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആ പരീക്ഷയിൽ നടത്തിയ മാത്സിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 30 പുരുഷന്മാർക്ക് 24 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കാൻ കഴിയുമെങ്കിൽ 120 ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കാൻ എത്ര പുരുഷന്മാർ ആവശ്യമാണ്? അതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന എന്താ? 30 പുരുഷന്മാർക്ക് 24 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കാൻ കഴിയുമെങ്കിൽ 120 ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കാൻ എത്ര പുരുഷന്മാർ ആവശ്യമാണ്? അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് വർക്ക് ആൻഡ് ടൈമിലെ പ്രധാന ഇക്വേഷൻ ഒന്നാണ് ഈ M1D1 = M2D2 എന്ന് പറയുന്ന സാധനം. M1D1 എന്താണ്? M2D2 എന്നൊരു ഇക്വേഷൻ. ഇതിൽ M1ഉം D1ഉം എന്ന് പറയും. M എന്ന് നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന രീതിയിൽ ആളുകളുടെ എണ്ണമാണ് നമ്മൾ എടുക്കാറ്. D എന്ന് പറഞ്ഞാൽ ദിവസങ്ങളുടെ എണ്ണമാണ്. ഇപ്പോൾ ഈ 1 എന്ന് പറയുന്ന കേസിൽ M1D1 എന്നതിൽ 1 എന്ന് പറയുന്നത് നമ്മൾ തന്നിരിക്കുന്ന ഫസ്റ്റ് സെന്റൻസിൽ വരുന്ന സംഖ്യകളെയാണ്. അപ്പോൾ ഫസ്റ്റിൽ വന്നാൽ 30 പുരുഷന്മാർക്ക്. അപ്പോൾ M1 എന്ന് പറയുന്നത് എന്താണ്? 30 ആണെന്ന് കിട്ടും. അതുപോലെ D1 എന്ന് പറയുന്നത് എന്ത് കിട്ടും? 24 കിട്ടും. അപ്പോൾ നമുക്ക് M1D1 എന്ന് പറഞ്ഞാൽ 30 × 24 എന്ന് കിട്ടും. അത് എന്തിനു തുല്യമായിരിക്കും? M2D2. ഇവിടെ നമുക്ക് M2 ആണ് കണ്ടെത്തണം. കാരണം എത്ര പുരുഷന്മാർ വേണമെന്നല്ല ചോദിച്ച്. അപ്പോൾ M2 നമുക്ക് എന്ത് ചെയ്യണം? കണ്ടെത്തണം. ഇനി നമുക്ക് D2 അവിടെ തന്നിട്ടുണ്ട്. എത്ര? 120 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ വേണ്ട ആളുകളുടെ എണ്ണാണ് കണ്ടെടുത്തേണ്ടത്. അപ്പോൾ നമുക്ക് D2 എന്ന് പറയുന്നത് 120 ആണ്. ഇനി M2 കാണുക, ഈ 120 ഇങ്ങോട്ട് കൊണ്ടുവരാം. നമുക്ക് ആദ്യമേ വെട്ടിച്ചെറുതാക്കിയിട്ട് വേണമെങ്കിൽ കൊണ്ടുവരാം. ഞാൻ പകരം അവസാനം നമ്മൾ വെട്ടിച്ചെറുതാക്കുന്നുള്ളൂ. അപ്പോൾ M2 അവിടെ നിലനിർത്തി ബാക്കിയുള്ള ഈ 120 ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ 30 × 24 ഓൾറെഡി അവിടെ ഉണ്ട്. ഇവിടെ ഗുണിക്കുന്ന 120 നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോൾ അത് എന്ത് ചെയ്യും? ഡിവൈഡർ ബൈ എന്ന രീതിയിലാവും. അപ്പോൾ ഗുണിക്കുന്ന സമത്തിന്റെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും? ഹരിക്കണം എന്ന രീതിയിലായി മാറും. പിന്നെ നമ്മൾ നോക്കാം, ഇവിടെ 30ഉം 120 നേരിട്ട് ഹരിക്കാം, അല്ലെങ്കിൽ 0 0 വെട്ട, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം തന്നെ. ഇപ്പോൾ 30ഉം 120 തമ്മിൽ ഹരിച്ചാൽ നമുക്ക് കിട്ടുക എത്രയാണ്? 4ആണ് താഴെ വരിക. ഇനി 24നെ 4 കൊണ്ട് നമുക്ക് ഹരിക്കാൻ പറ്റും. 24 ഹരിക്കണം 4 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 6 കിട്ടും.
അപ്പോൾ M2 എന്ന് പറയുന്നത് നമുക്ക് അവിടെ കിട്ടിയ എത്രയാണ് 6 ആണെന്ന്. അപ്പോൾ ആളുകളുടെ എണ്ണം എത്രയാണ് 6. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒരു വ്യക്തി 15 മണിക്കൂർ സഞ്ചരിക്കുന്നു. ആദ്യ പകുതി മണിക്കൂറിൽ 21 കിലോമീറ്ററും മറ്റേ പകുതി മണിക്കൂറിൽ 24 കിലോമീറ്റർ സഞ്ചരിച്ച ദൂരം കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്നത് 2 വേഗതകൾ തന്നു, അതിനെടുത്ത സമയം, ടോട്ടൽ സഞ്ചരിക്കാൻ എടുത്ത സമയവും തന്നു. അപ്പോൾ 2 വേഗതകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 തുല്യ ദൂരങ്ങളാണ് ഇവർ സഞ്ചരിച്ചിരിക്കുക. ഈ 2 തുല്യ ദൂരങ്ങൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ കാണേണ്ട ശരാശരി വേഗത അല്ലെങ്കിൽ ഏവറേജ് സ്പീഡാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ആ ഏവറേജ് സ്പീഡിനെ ടോട്ടൽ സഞ്ചരിക്കാൻ എടുത്ത സമയം കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ഏവറേജ് വേഗത കാണാൻ വേണ്ടി തുല്യ 2 ദൂരങ്ങളാണെങ്കിൽ പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ, ആ ഇക്വേഷനിലൂടെ തന്നെ ആദ്യം പഠിച്ചു പോകും. അത് കഴിഞ്ഞിട്ട് വേറെ മെത്തേഡൊക്കെ ഉണ്ട്, അത് തുടക്കക്കാർക്കുള്ളതല്ല, അത് കുറച്ചും കൂടി ലെവലെത്തിയവർ പിന്നീട് പഠിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്, LCM മെത്തേഡ്, എഫിഷ്യൻസി മെത്തേഡ്. നമുക്ക് 2 വെച്ച് വേണം ചെയ്ത് നോക്കാം. 2ലാണ് നമ്മൾ ഫസ്റ്റത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഏവറേജ് സ്പീഡ് കാണാൻ. ഈ ഏവറേജ് സ്പീഡ് എന്ന് പറയുന്ന പ്രത്യേകത ഉണ്ട്, 2 തുല്യ ദൂരങ്ങളായിരിക്കണം. അതിനുപയോഗിക്കുന്നത് 2s1s2 ഡിവൈഡ് ബൈ s1 പ്ലസ് s2 എന്നാണ്. ഇനി ഇതിന് പകരം ചിലപ്പോൾ നിങ്ങൾ AB എന്ന് പറയുന്നത് S1ഉം S2ന് പകരം നമ്മൾ Aയും Bയുമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവും, Xും Yയും ആയിട്ട് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഏതായാലും നിങ്ങൾ ഏതാണോ പഠിച്ചത് അത് ഫോളോ ചെയ്ത് പോവുക. ഇപ്പോൾ ഇവിടെ വരുന്നത് എന്താ? 2s1s2 ഡിവൈഡ് ബൈ s1 പ്ലസ് s2. ഇനി അതിൽ AB വെച്ചിട്ടാണെങ്കിൽ 2AB ഡിവൈഡ് ബൈ a പ്ലസ് b. ഇനി XY വെച്ചിട്ടാണെങ്കിൽ 2XY ഡിവൈഡ് ബൈ x പ്ലസ് y. ഇപ്പോൾ ഈ 2 വേഗതകളാണ് ആ തന്നിരിക്കുന്നത് മനസ്സിലാക്കുക. ഇപ്പോൾ Aയും Bയും ആണെങ്കിൽ അത് Aയും Bയും 2 വേഗതകളാണ്. ഇവിടെ S1 S2 എന്ന സ്പീഡ് 1 സ്പീഡ് 2 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തെന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഏവറേജ് സ്പീഡ് എന്ന് പറയുന്നത് നമുക്ക് വരുന്നത് 2 × 21 × 24 ഡിവൈഡ് ബൈ 21 പ്ലസ് 24 എന്ന് വരും. അതായത് ഏവറേജ് വേഗത നമുക്ക് കിട്ടും 2 × 21 × 24 ഡിവൈഡ് ബൈ നമുക്ക് 45 എന്ന് വരും. ഇനി നമുക്ക് ഇവിടുന്ന് വെട്ടിച്ചെറുതാക്കി അരിക്കാൻ തന്നു കഴിഞ്ഞാൽ കുറച്ച് വെട്ടിച്ചെറുതാകും, ബാക്കി അവിടെ കിടക്കും. നമുക്ക് 3 കൊണ്ട് അരിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം 21 45 നമ്മൾ 3 കൊണ്ട് അരിക്കാം. അപ്പം 21 3 അരിച്ച് 7, 45 3 കൊണ്ട് അരിച്ച് 15, പിന്നെ 15ഉം 24 നമ്മൾ വീണ്ടും 3 കൊണ്ട് അരിക്കാം. അപ്പം ആ രീതിയിലൊക്കെ നമുക്ക് ചെയ്തു പോകാം. ഞാൻ തൽക്കാലം ഇപ്പം അത് ചെയ്യുന്നില്ല. നമുക്ക് വേണം വെട്ടിച്ച് തന്നാലും ബാക്കി അവിടെ എന്ത് കിടക്കുന്നുണ്ട്? ഒരു 5 കിടക്കുന്നു. ഫുള്ളായിട്ട് വെട്ടിപ്പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അവിടെ ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ വെച്ചു. ഇതാണ് ഏവറേജ് സ്പീഡ്. ഇനി നമുക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കേണ്ടത് സഞ്ചരിച്ച ദൂരം കണ്ടതാ. അപ്പം ഡിസ്റ്റൻസ് കാണാൻ ഇവിടുത്തെ കേസിൽ ഏവറേജ് സ്പീഡ് ഇൻറ്റു ടൈമാണ്. കാരണം ഡിസ്റ്റൻസിന് ബേസിക് ഫോർമുല സ്പീഡ് ഇൻറ്റു ടൈം എന്ന രീതിയിലാണ്. ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് എന്താ? ഏവറേജ് സ്പീഡാണ്. അതുപോലെ നമുക്ക് തന്നിരിക്കുന്ന ടൈമും തന്നിട്ടുണ്ട്. അപ്പോൾ ഏവറേജ് സ്പീഡ് എന്ന് പറയുന്നത് നമുക്കറിയാം 2 × 21 × 24 ഡിവൈഡ് ബൈ 45 ആണ്. ഇവിടെ ടൈം എന്ന് പറയുന്നത് എത്ര? 15 മണിക്കൂറാണ്. ആ 15 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നോക്കി 15ഉം 45 കുറച്ചും കൂടി ഈസി ആയിട്ട് വെട്ടിപ്പോയല്ലോ. ബാക്കി ഇവിടെ 3 വരും. ഇനി 3ഉം വേണമെങ്കിൽ 24ഉം തമ്മിൽ നിങ്ങൾക്ക് വെട്ടിച്ചെറുതാക്കാം. 24 ഇരിക്കണം 3 നമുക്ക് എത്ര കിട്ടും? 8 കിട്ടും. ഇനി നമുക്ക് വരുന്നത് എത്രയാ? 2 × 21 × 8 എന്നതാണ്. ബാക്കിയെല്ലാം പോയി. അതിന് ബാക്കിയുള്ളത് 2 × 21 × 8 ആണ്. 2 × 21 പറയുമ്പോൾ നമുക്കറിയാം 42. 42 × 8 എന്ന് വരും. 40 × 8 നമുക്കറിയാം 320. 2 8 16. 320ഉം 16ഉം കൂട്ടിയാൽ 336 കിലോമീറ്റർ എന്ന് കിട്ടും. ഇതാണ് ഇതിൻ്റെ ആൻസർ. എത്രയാണ് കിട്ടുന്നത്? 336 കിലോമീറ്റർ. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ്? A ആണ്. ഇതാണ് നമ്മൾ സാധാരണ ഏറ്റവും ബേസിക് ടൈപ്പ് എന്ന് വരുന്ന ഒരു ചോദ്യമാണ്. 2 തുല്യ ദൂരങ്ങൾ സഞ്ചരിച്ചു, അവിടുന്ന് ഡിസ്റ്റൻസ് കാണാം. ഫസ്റ്റ് ചോദിക്കുക അവിടുത്തെ ഏവറേജ് സ്പീഡ് കാണാനാണ് ഒരു ചോദ്യം. അത് നമ്മൾ ഓൾറെഡി ഇവിടെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഡിസ്റ്റൻസ് കാണാൻ ചോദിച്ചാൽ അതിന് ടൈം കൊണ്ട് ഗുണിച്ചാൽ മതി. പിന്നെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, ഇതിന് വേറെ മെത്തഡൊക്കെ ഉണ്ട്, LCM മെത്തഡ്, അതിലേക്ക് പോകുന്നില്ല. ആ ഒരു ടോപ്പിക്കായിട്ടൊക്കെ പഠിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് നടക്കുള്ളൂ. കാരണം ഇത് നിങ്ങൾ ഇപ്പം ഇവിടെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്നും. അപ്പം അതുകൊണ്ട് നമ്മൾ ആ മെത്തഡിലേക്ക് പോകുന്നില്ല. പിന്നെ അടുത്ത ചോദ്യം കലണ്ടറുമായി ബന്ധപ്പെട്ടാണ്. ഇന്ന് തിങ്കളാഴ്ചയാണ്. 61 ദിവസത്തിന് ശേഷം ഏത് ദിവസമായിരിക്കുമെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സാധാരണ നമ്മൾ കലണ്ടറിൽ സ്ഥിരമായിട്ട് വരുന്നൊരു ടൈപ്പ് ചോദ്യമാണിത്. ഇപ്പം ഇന്ന് തിങ്കളാഴ്ചയാണ്, ഒരു ദിവസം കഴിഞ്ഞ ഇതാ ചൊവ്വാഴ്ചയല്ലേ, 2 ദിവസം കഴിഞ്ഞ ബുധനാഴ്ചയല്ലേ. എങ്ങനെ ചെയ്യുന്നത്? തിങ്കളിനോട് എത്ര ദിവസമാണോ കഴിയുന്നത് അത്രയും ദിവസം കൂട്ടുക എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ഈ 61 ദിവസം എന്ന് പറയുമ്പോൾ നേരിട്ട് കൂട്ടാൻ പറ്റില്ല.
കാരണം 60 ദിവസം കൂട്ടി പോകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് അറിയാവുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. കാരണം ഒരു ദിവസം ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ 7 ദിവസം കഴിഞ്ഞാൽ വീണ്ടും തിങ്കളാഴ്ചയായിരിക്കും. കാരണം എന്താ, ഒരാഴ്ചയിൽ 7 ദിവസമുള്ളത്. 7 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ദിവസം റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം ഇന്ന് നമുക്ക് തിങ്കളാഴ്ചയാണ്, 7 ദിവസം കഴിഞ്ഞാൽ തിങ്കളാഴ്ചയും, അത് 14 ദിവസം കഴിഞ്ഞാൽ തിങ്കളാഴ്ചയും, അത് 21 ദിവസം കഴിഞ്ഞാൽ തിങ്കളാഴ്ച. 7 ഗുണിതങ്ങൾ വരുന്ന ഒക്കെ എന്തായിരിക്കും, തിങ്കളാഴ്ച. അപ്പം അത് കഴിഞ്ഞ് ഇതിപ്പോൾ നമുക്ക് 8 ദിവസമാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ 7 ദിവസം കഴിഞ്ഞാൽ തിങ്കളാഴ്ചയാണല്ലോ. അപ്പോൾ 8 ദിവസമാണോ, പിന്നെ ഒരു ദിവസം കൂടെ ഇല്ലല്ലോ. അപ്പോൾ തിങ്കളിനോട് ഒരു ദിവസം കൂട്ടിയാൽ പോരെ. ഇനി അതിൽ 16 ദിവസം കഴിഞ്ഞാൽ എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം 14 ദിവസം, 2 7 തന്ന 14 ദിവസം കഴിഞ്ഞാൽ തിങ്കളാഴ്ചയ്ക്കും. ബാക്കി 2 ദിവസമല്ലേ, ആ 2 ദിവസം നമ്മൾ കൂട്ടുക ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ 61 ദിവസം. അപ്പം അങ്ങനെ 7 ഗുണിതം കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി എത്ര ഉണ്ട് എന്ന് നമ്മൾ കണ്ടെത്തേണ്ടത്. അതിന് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ 61നെ നമ്മൾ 7 കൊണ്ട് ഹരിക്കും, എന്നിട്ട് റിമൈൻഡർ കണ്ടെത്തും. ആ റിമൈൻഡർ എത്രയാണോ അത് ആ തന്നിരിക്കുന്ന ദിവസത്തോട് കൂട്ടിയാൽ മതി. ഇപ്പോൾ നമുക്ക് 61ൽ 7 നമുക്കറിയാം 8 തവണ പോവും. 8 7 56, ബാക്കി 5 ദിവസം കിട്ടി. ഈ 5 എന്തിനോട്, തിങ്കളിനോട് നമ്മൾ 5 ദിവസം കൂട്ടിയിട്ട് വരുന്ന ദിവസം ഏതാണോ അതാണ് നമ്മൾ എഴുതേണ്ടത്. ഇപ്പോൾ തിങ്കളിനോട് 5 കൂട്ടുന്ന 1 കൂട്ടിയാൽ നമുക്കറിയാം ചൊവ്വ. അങ്ങനെ 1 കൂട്ടിയ ചൊവ്വ, 2 കൂട്ടിയ ബുധനായി, 3 കൂട്ടിയ വ്യാഴായി, പിന്നെ 4 കൂട്ടിയ വെള്ളിയെ, 5 കൂട്ടിയാൽ എന്തായി, ശനിയാഴ്ച. അപ്പോൾ ഏതാ ദിവസം, 5 ദിവസം കൂട്ടിയാൽ ശനിയാണ് നമുക്ക് ലഭിക്കുക, ശനിയാഴ്ച. ഇനി 5 ദിവസം കൂട്ടുന്നതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് 2 ദിവസം കുറയ്ക്കുകയാണ്. കാരണം ടോട്ടൽ 7 ആണല്ലോ. അപ്പോൾ 5 കൂട്ടുന്നതിന് പകരം 2 കുറച്ചാലും മതി. തിങ്കളിൽ നിന്ന് 2 കുറയ്ക്കുക എന്നാണ്. 1 കുറച്ചാൽ ഞായറാഴ്ച, 2 കുറച്ചാൽ ശനിയാഴ്ച. ഇനി 6 ദിവസം കൂട്ടേണ്ടി വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് 1 ദിവസം കുറച്ചാൽ മതി. 3 ദിവസം കൂട്ടേണ്ട പകരം 4 ദിവസം കുറയ്ക്കേണ്ട ആവശ്യമില്ല. കൂട്ടുന്നതാണ് ഏറ്റവും എളുപ്പം. അതിൻ്റെ മുകളിലോട്ട് 4 ദിവസമോ 5 ദിവസമൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. ഇനി അതെല്ലാം ഡയറക്റ്റ് കൂട്ടാനാണ് സുഖമെങ്കിൽ കൂട്ടിയിട്ട് തന്നെ പോവാം. ഇവിടെ എന്ത് ചെയ്യണം, തിങ്കളിനോട് 5 ദിവസം കൂട്ടി എത്ര കിട്ടും, ശനിയാഴ്ച എന്ന് നമുക്ക് കിട്ടും. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കുട്ടികളുടെ ഒരു നിരയിൽ വരിയുടെ ഇടതുവശത്ത് നിന്നുള്ള എയുടെ സ്ഥാനം 27-മതും വരിയുടെ വലതുവശത്ത് നിന്നുള്ള എയുടെ സ്ഥാനം 34-മാണ്. നിരയിൽ ആകെ കുട്ടികളുടെ എണ്ണം എത്ര? ഇപ്പോൾ ഒരു വരിയിൽ നിൽക്കുന്ന കുട്ടികളുടെ സാധാരണ ചോദിക്കുന്ന 2 കേസുകളാണ്. ഒന്ന് മുന്നിൽ നിന്നും പിന്നിൽ നിന്നോ പറയും, അല്ലെങ്കിൽ ഇതുപോലെ ഇടത്തു നിന്നോ വലത്തു നിന്നോ എന്ന് പറയും. ഇങ്ങനെ കയറും. പിന്നെ ടോട്ടൽ വേറെ ടൈപ്പ് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ബേസിക്കായിട്ട് ഈ ഇടത് വലതിന് പകരം ചിലപ്പോൾ എന്താണ്, മുന്നിൽ നിന്ന് പിന്നിൽ നിന്ന് എന്ന രീതിയിലും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പം ഇങ്ങനെ 2 സ്ഥലത്തു നിന്നുള്ള പൊസിഷൻ നിങ്ങൾക്ക് തരികയാണ്. ഒരു വരിയിൽ നിൽക്കുന്ന ഒരാളുടെ 2 സ്ഥലത്തു നിന്ന്, അതായത് ഇടതു നിന്നും വലത്തു നിന്നോ അല്ലെങ്കിൽ മുന്നിൽ നിന്നോ പിന്നിൽ നിന്നോ ഉള്ള 2 പൊസിഷൻ നിങ്ങൾക്ക് തരികയാണെങ്കിൽ ആ വരിയിൽ എത്ര പേരുണ്ട് ചോദിച്ചാൽ ആ 2 സംഖ്യയിൽ കൂട്ടി ഒന്നും കുറച്ചാൽ മതി. അപ്പം ഇവിടെ നമുക്ക് ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, 27-ഉം ഈ 34-ഉം തമ്മിൽ കൂട്ടുക, അതിനോട് 1 കുറച്ച് കിട്ടുന്ന ഉത്തരമാണ് എന്ത്, ശരിയായ ഉത്തരം. അപ്പോൾ നമുക്ക് 27-ഉം 34-ഉം കൂടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുക 61. അപ്പോൾ 61 - 1 എത്ര കിട്ടും, 60. അപ്പോൾ ആ വരിയിൽ എത്ര പേരുണ്ട്, 60 പേരുണ്ടെന്നാണ്. അപ്പോൾ ഒന്നുകൂടി ഓർത്തിരിക്കുക, ഒരു വരിയിൽ മുന്നിൽ നിന്നോ പിന്നിൽ നിന്നോ ഉള്ള സ്ഥാനം തരികയും അല്ലെങ്കിൽ ഇടതു നിന്നോ വലത്തു നിന്നുള്ള സ്ഥാനം തരും. ഈ 2 സ്ഥലങ്ങളിൽ നിന്നുള്ള, ഒന്ന് മുന്നും പിന്നുമാണ് തരുന്നെങ്കിൽ മുന്നിൽ നിന്നുള്ള സ്ഥാനം തരും, പിന്നിൽ നിന്നുള്ള സ്ഥാനം തരും. എന്നിട്ട് ആ വരിയിൽ എത്ര പേരുണ്ട് ചോദിക്കും. അങ്ങനെ ചോദിച്ചാലും ആ മുന്നിൽ നിന്നുള്ള സ്ഥാനം പിന്നിൽ നിന്നുള്ള സ്ഥാനം തമ്മിൽ കൂട്ടിയിട്ട് 1 കുറയ്ക്കുക. ഇനി അതിൽ ഇടതു നിന്നും വലതു നിന്നും എന്ന രീതിയിലാണ് വരുന്നതെങ്കിൽ, ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ചോദ്യം പോലെ ഇടതു നിന്നോ വലതു നിന്നാണ് തരുന്നതെങ്കിൽ നമ്മൾ ഇടതു നിന്നും വലതു നിന്നുള്ള സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടുക, എന്നിട്ട് 1 കുറയ്ക്കുക. അപ്പോൾ ഇവിടെ എത്ര കിട്ടി, നമുക്ക് 27-ഉം 34-ഉം തമ്മിൽ കൂട്ടിയാൽ 61 കിട്ടും. 61 1 കുറച്ചാൽ 60. അപ്പോൾ വരിയിൽ എത്ര കുട്ടികളുണ്ട്, 60 കുട്ടികളുണ്ട്. ഇനി അടുത്ത ചോദ്യം ക്ലോക്കുമായി ബന്ധപ്പെട്ടാണ്. സ്ഥിരമായിട്ട് ക്ലോക്കിൽ ചോദിക്കുന്ന കോണളവ് എന്ന ഭാഗവുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ തന്നിരിക്കുന്ന 5:30 ഒരു ക്ലോക്കിന്റെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണത്ര. ഇതിന് ബേസിക്കായിട്ട് നമ്മൾ പഠിക്കുന്ന ഇക്വേഷനാണ് 30H - 11/2 M എന്ന് പറയുന്ന ഇക്വേഷൻ. ക്ലോക്കിലെ കോണളവ് കാണാനുള്ള ഇക്വേഷനാണ് 30H - 11/2. H എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ മണിക്കൂറാണ് അല്ലേ, എത്ര മണിക്കൂർ എന്നുള്ളതിനെയും M എന്ന് പറഞ്ഞാൽ മിനിറ്റിനെയുമാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന 5:30 നമുക്കറിയാം 5 മണിക്കൂർ, 30 മിനിറ്റ്. അപ്പോൾ നമ്മൾ നേരെ വാല്യൂ കൊടുക്കുക, 30 × H സ്ഥാനത്ത് 5 - 11/2 M സ്ഥാനത്ത് എന്ത് കൊടുക്കുക, 30 എന്ന് കൊടുക്കുക. ഇനി നമുക്ക് 30 നമുക്ക് ഇവിടെ വെട്ടിച്ചെറുതാക്കാം. അപ്പോൾ 15 കിട്ടും. ഇനി ഇവിടെ 30 × 5 150 വരും. ഇവിടെ 11 × 15 ചെയ്താൽ നമുക്ക് 165 കിട്ടും. ഇനി 150 165 നമ്മൾ വ്യത്യാസം, ഇവിടെ മൈനസോ പ്ലസോ ഒന്നും കാര്യമില്ല കേട്ടോ. ഇവ നമ്മൾ വ്യത്യാസം എടുക്കുക. കോണളവിൽ ഒരിക്കലും മൈനസ് എന്ന കേസ് പറയാറില്ല. ഇപ്പോൾ 150 165 നമ്മൾ വ്യത്യാസം എത്രയാണ്, 15 ആണ്. അത് -15 കിട്ടും. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ 15 എടുത്താൽ അപ്പോൾ 15 ഡിഗ്രിയാണ് ഇവിടെ എന്ത്, കോണളവ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ.
ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഏഴാമത്തെ ചോദ്യമാണ് നമ്മൾ തന്നിരിക്കുന്നത്. 10 ചോദ്യമാണ് പരീക്ഷയ്ക്കുള്ളത്. അപ്പോൾ ഏഴാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന ശ്രേണി പൂരിപ്പിക്കുക എന്നാണ്. ഇപ്പോൾ തന്നിരിക്കുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? ഒന്ന് 4 തന്നു, പിന്നെ 9 തന്നു, നമുക്ക് ഇവിടെയുള്ള സംഖ്യ കണ്ടെത്തണം. അതുകൂടാതെ 49 തന്നു, 121 തന്നു, 169 തന്നു, പിന്നെ അവസാനമുള്ള സംഖ്യയും കണ്ടെത്തണം. അപ്പോൾ ഈ സംഖ്യകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കി ഇതൊരു സ്ക്വയർ സംഖ്യയാണല്ലോ അല്ലെ, പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയും, അല്ലെങ്കിൽ വർഗ്ഗസംഖ്യകൾ എന്ന് പറയും, പൂർണ്ണവർഗ്ഗ സംഖ്യകൾ. ഇപ്പം 4 എന്ന് പറയുന്നത് നമുക്കറിയാം 2ന്റെ സ്ക്വയർ ആണ്. 9 എന്ന് പറയുന്നത് 3ന്റെ സ്ക്വയർ ആണ്. ഇനി അടുത്ത് ഇവിടെ തന്നിരിക്കുന്ന 49 എന്ന് പറയുന്നത് 7ന്റെ സ്ക്വയർ ആണ്. 120 എന്ന് പറഞ്ഞാൽ 11ന്റെ സ്ക്വയർ ആണ്. 169 13ന്റെ സ്ക്വയർ ആണ്. ഈ ബാക്കി 2 സ്പേസ് ഏതിന്റെ സ്ക്വയർ വരുന്ന? നമ്മൾ സാധാരണ നോക്കുമ്പോൾ 2ന്റെ സ്ക്വയർ, 3ന്റെ സ്ക്വയർ കഴിഞ്ഞ് 4ന്റെ സ്ക്വയർ ചിന്തിച്ചു, പക്ഷെ അടുത്ത 5ന്റെ അല്ല. അപ്പോൾ ആ ഒരു പാറ്റേണിലല്ല പോയിരിക്കുന്നത്. ഇനി 1 കൂട്ടി 2 കൂട്ടി അങ്ങനത്തെ പാറ്റേൺ ആണോ നോക്കുമ്പോൾ അല്ല. കാരണം 7ന്റെ സ്ക്വയറിന് 11 സ്ക്വയറിന് 4 കൂട്ടിയിട്ടുണ്ട്. 11 13 വെറും 2 കൂട്ടും. അപ്പോൾ ഈ സംഖ്യകൾക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. അതാണ് നമ്മളിവിടെ കണ്ടെത്തേണ്ടത്. ഇപ്പോൾ 2ഉം 3ഉം 7ഉം 11ഉം 13ഉള്ള പ്രത്യേകത ഇത് പ്രൈം നമ്പറുകളാണ്, അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫസ്റ്റത്തെ അഭാജ്യ സംഖ്യയാണ് 2, പിന്നെ 3. അത് കഴിഞ്ഞ് വരുന്ന അഭാജ്യ സംഖ്യയാണ് ഇത് 5. അപ്പം 5ന്റെ സ്ക്വയറാണ് ഇവിടെ വേണ്ടത്. 5 കഴിഞ്ഞാൽ പിന്നെ 7ആണ്. 7 കഴിഞ്ഞാൽ 11ആണ്. 11 കഴിഞ്ഞാൽ 13. 13 കഴിഞ്ഞാൽ 17ആണ്. അപ്പോൾ 17ന്റെ സ്ക്വയറാണ് ഇവിടെയും വേണ്ടത്. അപ്പം 5ന്റെ സ്ക്വയർ എത്രയാ? നമുക്കറിയാം 25ആണ്. അതുപോലെ 17ന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എത്ര? 289. ഈ സ്ക്വയറുകളൊക്കെ നിങ്ങൾ കാണാതെ പഠിക്കണം കേട്ടോ. ഒരു 15 വരെ മിനിമം പഠിച്ചിരിക്കണം. അതിന് മുകളിലോട്ട് എത്രത്തോളം പഠിക്കാൻ പറ്റുന്ന അത്രയും നല്ലതാണ്. അല്ല 10 വരെയുള്ള മാത്രം പഠിച്ചു പോകരുത്. ക്യൂബ് പഠിക്കുമ്പോൾ 10 വരെ തന്നെ പഠിക്കുക. 10ന്റെ ക്യൂബ് വരെ നിങ്ങൾ പഠിക്കില്ല. 5ന്റെ ക്യൂബ് വരെ പഠിച്ചിട്ട് കാര്യമില്ല. പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക? 10ന്റെ ക്യൂബ് വരെ തന്നെ പഠിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടി 25ഉം 280. തന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഇനി അടുത്ത ചോദ്യം, ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതെന്ന? ശ്രേണി ഏതാണ്? 1, 2, 5, 16, 65. അടുത്ത് കണ്ടെത്താനാണ്. അപ്പോൾ ഇതിലെന്തെങ്കിലും പ്രത്യേകം ഉണ്ടോ നോക്കാം. ചിലപ്പോൾ കൂട്ടിയിട്ട് പോകുന്നതായിരിക്കും, ചിലപ്പോൾ ഗുണിച്ചിട്ട് പോകുന്നതായിരിക്കും, ചിലപ്പോൾ സ്ക്വയറുകളായിരിക്കും, ക്യൂബുകളായിരിക്കും. അങ്ങനെ ശ്രേണികൾ സാധാരണ വരുന്ന ബേസിക് രീതികൾ അതാണ്. നമ്മൾ ജസ്റ്റ് അത് നോക്കുക. ഇപ്പോൾ 1ഉം 2ഉം തമ്മിൽ നമ്മൾ വ്യത്യാസം എടുത്തു കഴിഞ്ഞാൽ 1, 2 5 3, 5 16 11, 16 65 വലിയ സംഖ്യ. അപ്പോൾ ഇതെന്തായാലും കൂട്ടിയിട്ട് പോകണമല്ലോ. ഇനി ഗുണിച്ച് നോക്കുമ്പോൾ 1നോട് 2 ഗുണിച്ച 2, 2നോട് 2 ഗുണിച്ച 4, അല്ലെങ്കിൽ 3 ഗുണിച്ച 6. അപ്പം അതൊന്നല്ല അവിടെ തന്നെ. അപ്പോൾ വേറെ എന്തോ ഒരു ബന്ധം. ഇപ്പം ഇവിടെ നോക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ 1നോട് ജസ്റ്റ് 1 ഗുണിച്ചു, അതിനോട് ജസ്റ്റ് 1 കൂട്ടിയിട്ട് നമ്മൾ എഴുതി. 1 × 1 എത്ര? 1. 1 + 1 2. അതാണ് രണ്ടാമത്തേത്. ഇനി അടുത്ത 2നോട് 2 ഗുണിച്ചു പ്ലസ് 1 കൂട്ടി. 2 കൂട്ടല്ല കേട്ടോ ഇത്. അത് നോക്കുക. കാരണം 2 കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുക 6. അതല്ല അവിടെ വന്നാൽ. അപ്പോൾ 2 × 2 എത്ര? 4. 4 + 1 എത്ര കിട്ടി? 5. ഇനി അടുത്ത് നോക്കുക. 5നോട് നമ്മൾ 2 ഗുണിച്ചാണല്ല. ഇവിടെ 1 2 ആയില്ല. അപ്പോൾ അടുത്ത ഏതാ? 3 ഗുണിച്ചു. കൂട്ടുന്ന എപ്പോഴും തന്നെയാ ഒരേ സംഖ്യ 1 എന്നുള്ള സംഖ്യ. 5 3 15. 15 + 1 നമുക്ക് എന്ത് കിട്ടി? 16 കിട്ടി. ഇനി 16നോട് ഏതാ ഗുണിക്കേണ്ടത്? നോക്കി നോക്കുക. 16 × 4 1 2 3 4 വന്നിരിക്കും ഗുണിക്കുന്ന സംഖ്യ പ്ലസ് 1. 16 × 4 എന്ന് പറഞ്ഞാൽ 64ആണ്. 64 + 1 എത്രയാ? 65ആണ്. അപ്പോൾ ആ പാറ്റേണിൽ പോവുകയാണെങ്കിൽ അടുത്ത 65നോട് ഗുണിക്കേണ്ടത് നമുക്ക് ഏതാ? 1 2 3 4 കഴിഞ്ഞാൽ പിന്നെയുള്ള ഏതാ? 5ആണ്. അപ്പം 5 കൊണ്ട് ഗുണിച്ച് എന്ത് ചെയ്യണം? 1 കൂട്ടണം എന്നുള്ള. അപ്പം 65 × 5 നമുക്കറിയാം. 60 × 5 300ആണ്. 5 × 5 25. അപ്പോൾ 325. 325 + 1 326 എന്ന് നമുക്ക് കിട്ടും. തന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് നമുക്ക് കിട്ടുക. ഈ ഒരു പാറ്റേൺ പഠിക്കുക. ഇതുപോലെ ഇടയ്ക്ക് സ്ഥിരം വരുന്ന കേട്ടോ. ഒരു 2 കൊണ്ട് ഗുണിച്ച് 1 കൂട്ടി, 3 കൊണ്ട് ഗുണിച്ച് 2 കൂട്ടി, അങ്ങനെയും വരാം. അത് ഗുണിക്കുന്ന സംഖ്യ ഇപ്പോൾ 1 കൊണ്ട് ഗുണിച്ച് 1 കൂട്ടുന്ന പകരം 1 കൊണ്ട് ഗുണിച്ച് 0 കൂട്ടുക. 2 കൊണ്ട് ഗുണിച്ച് 1 കൂട്ടുന്ന പകരം 2 കൊണ്ട് ഗുണിച്ച് 1 കൂട്ടുക. അടുത്ത 3 കൊണ്ട് ഗുണിച്ച് 2 കൂട്ടുക. ഒരു സംഖ്യ കുറച്ചുള്ള സംഖ്യ കൂട്ടുക. അങ്ങനെയൊക്കെ വരാറുണ്ട്. അതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഒരുപാട് പ്രീവിയസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പാറ്റേൺ ഓട്ടോമാറ്റിക് നിങ്ങളെ ചിന്തയിലേക്ക് വരും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 9ാമത്തെ ചോദ്യമാണ്. 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യയുടെയും ഏറ്റവും വലിയ സംഖ്യ. അവിടെ ഏറ്റവും വലിയ സംഖ്യയിൽ ഏറ്റവും വലിയ 3 അക്ക സംഖ്യ എന്ന് വേണം കേട്ടോ. എന്തായാലും അത് വിട്ടുപോയാലും നമ്മൾ ഉദ്ദേശിക്കുന്നത് മനസ്സിലായല്ലോ. ഏറ്റവും വലിയ 3 അക്ക സംഖ്യയുടെയും ശരാശരി എത്ര എന്നാണ് നമുക്ക് വേണ്ടത്. ശരിക്കും ഇവിടെ എന്ത് വേണം? ഒരു 3 അക്ക സംഖ്യ എന്നുള്ള പദം അവിടെ വേണം. പക്ഷെ അപ്പോൾ അതവിടെ ഉപയോഗിച്ചിട്ടില്ല. അത് തെറ്റിപ്പോയതായിരിക്കും ഒരു അക്ഷര മിസ്റ്റേക്കിൽ. നമ്മൾ എന്തായാലും നോക്കുക. 7 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ.
അത് ചെയ്യാൻ വേണ്ട ഏറ്റവും ചെറിയ സംഖ്യ നമുക്കറിയാമെങ്കിൽ ഇതിൻ്റെ ഗുണിതം അറിയാമെങ്കിൽ ഓക്കെയാണ് 105 ആണ് വരുന്നതെങ്കിൽ ഇനി അതിൽ നമ്മൾ ആ 105 എത്തുന്ന രീതിയാട്ടോ പറയുന്നത്. ഇപ്പം 100 ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ നമ്മൾ 7 കൊണ്ട് ഹരിച്ച് നോക്കാം. അപ്പം നമ്മൾ നോക്കാം 10ൽ 7 ഒരു തവണ, അപ്പോൾ ഒരു 7, ബാക്കി 3, 30, 30ൽ 7 4 തവണ, 4 7 28, ബാക്കി 2. ഇവിടെ 2 ശിഷ്ടം കിട്ടില്ലോ. ഒന്നെങ്കിൽ 2 ഇല്ലെങ്കിൽ 7 കൊണ്ട് ഹരിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ 2 ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ 100ന് 2 കുറയ്ക്കണം, അപ്പോൾ ഒരു മൂന്നക്ക സംഖ്യയിൽ നിന്ന് പോകും. ഇനി അതല്ല നമ്മൾ 2ന് പകരം അവിടെ 7 വന്നിരുന്നെങ്കിൽ നമുക്ക് 7 കൊണ്ട് ഹരിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇവിടെ 2 നമുക്ക് ഹരിക്കാൻ പറ്റാത്ത, അപ്പോൾ 2ന് പകരം 7 വരണമെങ്കിൽ അവിടെ ജസ്റ്റ് 2നോട് എത്ര കൂട്ടിയാൽ മതി? ഒരു 5 കൂടി കൂട്ടിയാൽ പോരായിരുന്നു. അത് തന്നെയാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. ഈ 100 എന്നുള്ള സംഖ്യനോട് ഒരു 5 കൂട്ടുന്നു, അപ്പം നമുക്ക് എന്ത് കിട്ടും? 105 എന്ന് കിട്ടും. ആ 105 എന്ത് 7 കൊണ്ട് ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ. ഇങ്ങനെ വന്ന് ഒന്നുകൂടി പറയാം, ശിഷ്ടം 2 കിട്ടില്ല. ഒന്നെങ്കിൽ 2 ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് 7 കൊണ്ട് ഹരിക്കാമായിരുന്നു. 2 ഇല്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ 100ന് 2 കുറയ്ക്കണം. അപ്പോൾ 98, അതൊരിക്കലും മൂന്നക്ക സംഖ്യയല്ല. അപ്പോൾ നമുക്ക് മൂന്നക്ക സംഖ്യ വേണമെങ്കിൽ നമുക്ക് ഈ 2ന് പകരം അവിടെ 7 ആയിരുന്നെങ്കിൽ, 7 ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു 5 കൂടി കൂട്ടിയാൽ പോരാ 2നോട്. ആ 5 കൂട്ടുക എന്ന് പറഞ്ഞാൽ മൊത്തം സംഖ്യനോട് 5 കൂട്ടായി ഇവിടെ 100നുള്ളടത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഒരു 105 ആക്കുക. ആ 100നോട് 5 കൂട്ടും 100. അപ്പോൾ ഇതാണ് എന്ത് ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ എന്ന് പറയും. ഇനി ഇതുപോലെ ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയാണെങ്കിൽ ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യനെ ഇതുപോലെ ഹരിച്ച് നോക്കാം. 3 9 ഉണ്ട്, അതിനെ നമ്മൾ 7 കൊണ്ട് ഹരിച്ച് നോക്കുന്നു. 9ൽ 7 ഒരു തവണ, ഒരു 7, ബാക്കി 2, 29ൽ 7 4 തവണ, 4 7 28, ബാക്കി 1. ഇനി ഒരു 9 19, 19ൽ 7 2 തവണ, 2 7 14, ബാക്കി ഇവിടെ 5. ഇവിടെ നോക്കുക, ഇത് 999. ഇനി നമ്മൾ ഈ 5ന് പകരം ഇത് 7 ആക്കാൻ നിന്നിരുന്ന എന്താ പ്രശ്നം സംഭവിക്കുക? 2 കൂട്ടണ്ടേ? ആ 2 കൂട്ടുമ്പോൾ 999 2 കൂട്ടി കഴിഞ്ഞാൽ 4 അക്കത്തിലേക്ക് വരും, 1001 മാറൂലേ? അപ്പോൾ നമുക്ക് അങ്ങോട്ടല്ല കൊണ്ട് ബാക്കോട്ട്. അപ്പോൾ ബാക്കോട്ട് പോകാൻ ഈ 5 ഉണ്ടല്ലോ, ഈ 5 ഇല്ലാതിരുന്നാൽ പോരായിരുന്നു. അതായത് 5 കുറച്ചാൽ മതി. അപ്പം 5 കുറച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ 999 5 കുറച്ചാൽ എന്ത് കിട്ടും? 994 കിട്ടും. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ. ഇത് 7 കൊണ്ട് ഹരിക്കാവുന്ന ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ. അപ്പോൾ ഏറ്റവും ചെറുത് കിട്ടി 105, ഏറ്റവും വലുത് കിട്ടിയതിന് 994. ഇതിൻ്റെ ശരാശരി കാണാം. ശരാശരി കാണാൻ എന്ത് ചെയ്യേണ്ടത്? ഇത് തമ്മിൽ കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടും? ഇവിടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 5 4 9 വരും, 9 വരും, 9 10, 1099 വരും. അത് ഡിവൈഡ് ബൈ 2 വരും. ഇതിന് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം 10ൽ 2 5, 9ൽ 2 4, ബാക്കി 1, 19ൽ 2 9, പിന്നെ ബാക്കി ഒരു 1 ഉണ്ടാവും, 1നെ ഹരിച്ചാൽ 1.5. അപ്പോൾ 549.5 എന്ന് നമുക്ക് കിട്ടും. ഇത് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏവറേജ് എത്ര കിട്ടും? 549.5. അപ്പോൾ ശരാശരി നമുക്ക് കിട്ടി 549.5. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യമാണ് 49 സെൻറ്റിമീറ്റർ ഇൻറ്റു 33 സെൻറ്റിമീറ്റർ ഇൻറ്റു 24 സെൻറ്റിമീറ്റർ അളവുകളുള്ള ഒരു ചതുരക്കട്ടയുടെ രൂപത്തിൽ ഒരു ഖര ഇരുമ്പ് കഷ്ണം രൂപപ്പെടുത്തി ഒരു ഗോളം ഉണ്ടാക്കുന്നു. ഗോളത്തിൻ്റെ ആരം എത്രയാണ്? അതാണ് നമ്മളോട് കാണേണ്ടത്. അപ്പോൾ നമ്മൾ രൂപം പറയുമ്പോൾ ഏകദേശം രൂപം ഇവിടെ വരച്ചു തരാം. രണ്ട് രൂപങ്ങൾ ഇതാണ്. ഒന്ന് ചതുരക്കട്ടം, ഇതൊരു ചതുരക്കട്ടാണ്. ഇതിൻ്റെ നീളവും വീതി അളവുകളൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം ഇത് നമുക്ക് 49 സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കാം. വീതി നമുക്ക് 33 എടുക്കാം. ഉയരം നമുക്ക് 24 എടുക്കാം. ഇതാണ് ചതുരം. ഇത് ക്യൂബ് പോലെ തോന്നി നോക്കണ്ട, അത് ചതുരക്കട്ടയായിട്ട് കരുതുക. 49, 33, 24 ഇനി ഗോളം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റേഡിയസ് ആണ് കണ്ടത്. റേഡിയസ് ആണ് നമുക്ക് എന്താ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള അളവാണ് കാണേണ്ടത്. ആ റേഡിയസ് നമ്മൾ 6 എന്ന് കൊടുക്കുക, കാരണം അത് കണ്ടുപിടിക്കാനുള്ള. നമുക്ക് ഈ ഇരുമ്പ് കഷ്ണത്തെ രൂപപ്പെടുത്തിയാണ് എന്താക്കുന്നത്? ഈ ഒരു ഗോളം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ചതുരക്കട്ട രൂപത്തിലുള്ള ഇരുമ്പ് കഷ്ണത്തെ എന്ത് ചെയ്തു? ഈ ഗോളമാക്കി മാറ്റുകയാണ്. അപ്പോൾ ഇതിൻ്റെ വോളിയം എന്തായിരിക്കും? സെയിം ആയി. ഈ രൂപപ്പെടുത്തുന്ന അടിച്ചമർത്തിയിട്ടൊക്കെ നമ്മൾ റൗണ്ടാക്കി മാറ്റുകയാണ്. ഒന്ന് ചൂടാക്കിയിട്ട് സൈഡൊക്കെ ഇത് രൂപപ്പെടുത്തല് ചെത്തിക്കളയല്ല കേട്ടോ. ചെത്തിക്കളയുന്ന എന്താ? വേറെ കഷ്ണമൊക്കെ ആണെങ്കിൽ ചെത്തിക്കളഞ്ഞിട്ട് ഒരു അതിനകത്ത് ഗോളം നിർമ്മിക്കുക എന്ന് പറയും. അപ്പോൾ ചെത്തിക്കളയുന്ന അത് വേസ്റ്റ് ആയിപ്പോൾ. ഇവിടെ വേസ്റ്റ് ആവില്ല, ഇതിനെ അടിച്ച് പരത്തി എന്താക്കുന്നുള്ളൂ? ഒരു ഗോളാക്കി മാറ്റുക എന്നുള്ളൂ. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൻ്റെ വോളിയം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അത് വ്യാപ്തം എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം. അപ്പോൾ ഈ ചതുരക്കട്ടയുടെ വ്യാപ്തം എന്ന് പറഞ്ഞാൽ നമുക്ക് LBH എന്നാണ്. നീളവും വീതിയും ഉയരവും തമ്മിൽ ഗുണിക്കുന്നതാണ് ഒരു ചതുരക്കട്ടയുടെ വ്യാപ്തം. ഒരു ഗോളത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് 4/3 πr³ ആണ്.
ഈ രണ്ടും നമ്മൾ പഠിക്കണം. ഒരു ചതുരത്തിൻ്റെ വ്യാപ്തം എത്രയാണ്? LBH ആണ്. അതിൽ ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് നമ്മൾ ഗുണിക്കുകയാണ്. ഒരു ഗോളത്തിൻ്റെ വ്യാപ്തം എത്രയാണ്? 4/3 πr³ ആണ്. ഈ രണ്ട് വ്യാപ്തങ്ങൾ സെയിം ആണ്. ഇപ്പോൾ ഇവിടെ LBH എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് വാല്യൂ. ആ വാല്യൂ നമ്മൾ കൊടുക്കുക. അതായത് നമ്മൾ ഇങ്ങനെയാണ് വരിക, LBH = എന്താണ്? 4/3 πr³ എന്ന രീതിയിലാണ് വരിക. അപ്പോൾ നമുക്ക് എല്ലിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് വരും? 49 വരും. ബിൻ്റെ സ്ഥാനത്ത് 33 വരും. എച്ചിൻ്റെ സ്ഥാനത്ത് എന്ത് വരും? 24. ഇപ്പുറത്ത് 4/3. പൈക്ക് നമുക്ക് വേണമെങ്കിൽ 22/7 എന്ന് കൊടുക്കാം. പിന്നെ r³ ഇങ്ങനെയാണ് വരിക. ഇത് ഈസിക്കലി ഇതാണെന്ന് നമുക്ക് ഈ r³ ആദ്യം കണ്ടെത്തണം. അതിൽ നിന്ന് പിന്നെ 6 കണ്ടെത്താന്നുള്ള. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യാം? ഈ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ട് ഈ r³ അവിടെ വെച്ച് ബാക്കിയുള്ള സമത്തിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ കൊണ്ടുവരുമ്പോൾ ഇവിടെ എന്തൊക്കെ ഉണ്ട്? നിലവിൽ 49 അവിടെ ഉണ്ട്, 33 ഉണ്ട്, 24 ഉണ്ട്. അപ്പുറത്തെ സമത്തിൻ്റെ അപ്പുറത്ത് എന്തുണ്ട്? r³ നമ്മൾ നിലനിർത്തും. ബാക്കിയുള്ളൊരു ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഇത് എന്ത് ചെയ്യേണ്ടത്? ഈ താഴെയുള്ള സംഖ്യകളിലെ 3, 7 ഇതൊക്കെ സമത്തിൻ്റെ അപ്പുറത്ത് വരും, മുകളിലോട്ട് വരും. ഇവിടെ ആയിരിക്കുക എന്നുള്ള പൊസിഷനിലാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ അത് മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ അതെന്താ? മുകളിൽ വരും 3 × 7. ഇനി മുകളിലുള്ള സംഖ്യയിൽ 4ഉം 22ഉം അത് താഴോട്ട് വരും. അപ്പോൾ 4 × 22 എന്ന രീതി. ഇനി നമ്മൾ മാക്സിമം വെട്ടിച്ചെറുതാക്കുക. ഇപ്പോൾ നമുക്ക് 33ഉം 22ഉം 11 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ. അപ്പോൾ 33നെ 11 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 3 കിട്ടും. 22നെ 11 കൊണ്ട് ഹരിച്ചാൽ 2 കിട്ടും. ഇനി നമുക്കറിയാം 4ഉം 2ഉം ഗുണിച്ച് 8 അല്ല, അത് 24 ഹരിച്ചുകൂടെ? അപ്പോൾ 24 ഹരിക്കണം 8 എന്ത് വരും? അത് 3 വരും. അപ്പോൾ മാക്സിമം എന്തായി? താഴെ നമ്മളെല്ലാം പോക്കി. അപ്പോൾ r³ എന്ന് പറയുന്ന സാധനം നമുക്ക് എന്ത് കിട്ടി? 49 × 3 × 3 × 3 × 7 എന്ന് കിട്ടി. 49 3 3 3 7. ഇനി ഇതിൻ്റെ റൂട്ട് r³ നമ്മൾ ക്യൂബ് റൂട്ട് കാണണം. അപ്പോൾ r എന്ന് പറയുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യണം? ക്യൂബ് റൂട്ട് നമ്മൾ കാണണം. അപ്പോൾ 6 കാണാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യൂബ് റൂട്ട് ഓഫ് ഈ സംഖ്യ ഈ 49 നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് 7 × 7 ഇതിൻ്റെ ക്യൂബ് റൂട്ട് കാണാൻ എളുപ്പത്തിനാണ്. ഇത് ഒരിക്കലും ഗുണിച്ചിട്ട് നിങ്ങൾ ക്യൂബ് റൂട്ട് കാണാൻ പോകേണ്ട ആവശ്യമില്ല. 49 നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു 7. പിന്നെ ബാക്കിയുള്ളത് എന്തായാലും സ്പ്ലിറ്റ് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ അത് അങ്ങനെ തന്നെ എഴുതുന്നു. ഇനി നമ്മൾ ക്യൂബ് റൂട്ട് എടുക്കുമ്പോൾ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഒരു റൂട്ടിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ 3 അല്ലേ അവിടെ ക്യൂബ്. സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ 2 അവിടെ ശരിക്കും വരിക, നമ്മൾ എഴുതാറില്ലെങ്കിലും. ഇപ്പോൾ സ്ക്വയർ റൂട്ട് കാണുമ്പോൾ ഒരു റൂട്ടിൻ്റെ ഉള്ളിൽ ഒരേപോലത്തെ 2 ഉണ്ടെങ്കിൽ അതിൽ 1 പുറത്തെടുത്ത് അതിൻ്റെ റൂട്ടായി എന്നാണ്. ക്യൂബ് റൂട്ട് കാണുമ്പോൾ അതുപോലെ ഒരേപോലത്തെ 3 ഉണ്ടെങ്കിൽ അതിൽ 1 പുറത്തെടുക്കുക. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ 1 7 2 7 3. അപ്പോൾ 3 7 അവിടെ ഉണ്ട്. അപ്പോൾ അത് പുറത്തേക്ക് വരുമ്പോൾ ഒരൊറ്റ 7 ആയിട്ട് മാറും. അപ്പോൾ അതിനാകുമ്പോൾ 3 7 നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അതെന്താ? 1 7 ആവും. അതുപോലെ ഇവിടെ 3 3 ഉണ്ട്. അപ്പോൾ ആ 3 3നെ പുറത്തേക്ക് എടുത്ത് എന്താ? അത് ഒരു 3 ആയിട്ട് മാറും. അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഉത്തരം 7 × 3 നമുക്ക് എത്ര കിട്ടും? 21 കിട്ടും. അപ്പോൾ റേഡിയസ് എത്ര കിട്ടും? 21. ഇതാണ് നമ്മൾ ഈ പരീക്ഷയിൽ ചോദിച്ച 10 ചോദ്യങ്ങൾ. സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ പരീക്ഷയിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന 10 ചോദ്യങ്ങളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ചോദ്യങ്ങളും നിങ്ങൾക്കിവിടെ ഈ ചാനലിൽ കിട്ടും. നിങ്ങളത് നോക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഫോളോ ചെയ്ത് വെക്കുക. കാരണം നിങ്ങൾ ആവശ്യം ഉപകാരപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ഇതുപോലെ നമ്മൾ ഓരോ കൊല്ലത്തിൻ്റെ എല്ലാം നമ്മൾ ചെയ്യുന്നതാണ് ഇനി അങ്ങോട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഈ ചാനലിനോട്ട് ഫോളോ ചെയ്ത് വെക്കാം. ക്ലാസ് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാവും. ഞാനിത് കൂടുതൽ എക്സ്പ്ലനേഷൻ തരാത്തത് നമ്മളിത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയതുകൊണ്ട്. പിന്നെ നമ്മൾ ടോപ്പിക് വൈസ് ഒക്കെ ക്ലാസ് തുടങ്ങും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകും. കാരണം ഇത് കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ 10 ചോദ്യങ്ങൾ ചെയ്ത് തീർത്താണ്. കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് എടുക്കുമ്പോൾ ടോപ്പിക് വൈസേ നമ്മൾ എടുക്കുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ഈ ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.